പാർട്ട് 2. എനിക്ക് ഭയമായിരുന്നു. വൃദ്ധൻ എങ്ങനെയെങ്കിലും തന്റെ മാതാപിതാക്കളുടെ അധികാരം ഉറപ്പിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു. ഞാൻ എന്റെ വായ അടച്ചു, പക്ഷേ അവന്റെ ഭീഷണി സജീവമായി നിലനിർത്തി. സന്തോഷത്തിനോ സങ്കടത്തിനോ വേണ്ടിയാണെങ്കിലും റിയൽ സ്കൂളിൽ എനിക്ക് ഒരു പുരോഗതിയും നേടാനായില്ലെന്ന് എന്റെ അച്ഛൻ മനസ്സിലാക്കിയ ഉടൻ എന്റെ സ്വപ്നങ്ങളിലെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ അദ്ദേഹം എന്നെ അനുവദിക്കേണ്ടിവരും. ഞാൻ ശരിയായി ഊഹിച്ചോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായും സ്കൂളിൽ എനിക്ക് ഒരു പുരോഗതിയും നേടാനായില്ലെന്ന് വ്യക്തമായിരുന്നു. എനിക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, പ്രത്യേകിച്ച് ഒരു ചിത്രകാരൻ എന്ന നിലയിൽ പിന്നീട് എനിക്ക് ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നവ. പ്രധാനമല്ലാത്തതോ ആ വീക്ഷണകോണിൽ നിന്ന് എനിക്ക് അനുയോജ്യമല്ലാത്തതോ ആയ വിഷയങ്ങൾ ഞാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു. ആ സമയത്ത് വിഷയത്തെയും എന്റെ താൽപ്പര്യത്തെയും ആശ്രയിച്ച് എന്റെ സ്കൂൾ റിപ്പോർട്ടുകൾ എല്ലായ്പ്പോഴും നല്ലതിനും ചീത്തക്കും ഇടയിൽ ചാഞ്ചാടിയിരുന്നു. ഒരു കോളത്തിൽ എന്റെ പ്രകടനം വളരെ നല്ലത് അല്ലെങ്കിൽ മികച്ചത് എന്ന് പട്ടികപ്പെടുത്തിയിരുന്നു. മറ്റൊന്നിൽ അത് ശരാശരി അല്ലെങ്കിൽ ശരാശരിയിൽ താഴെ എന്ന് എഴുതിയിരുന്നു. എന്റെ ഏറ്റവും മികച്ച വിഷയങ്ങൾ ഭൂമിശാസ്ത്രവും കൂടുതലോ കുറവോ പൊതുചരിത്രവുമായിരുന്നു. ഇവ എന്റെ പ്രിയപ്പെട്ട 2 വിഷയങ്ങളാണ്. ഞാൻ അവ പഠിപ്പിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തിരിഞ്ഞുനോക്കുമ്പോൾ ഈ അനുഭവത്തിന്റെ ഫലങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ 2 പ്രധാന വസ്തുതകൾ എന്റെ മനസ്സിൽ വ്യക്തമായി തെളിഞ്ഞുവരുന്നു. ഒന്നാമതായി, ഞാൻ ഒരു ദേശീയവാദിയായി. രണ്ടാമതായി, ചരിത്രത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനും വിലമതിക്കാനും ഞാൻ പഠിച്ചു. പഴയ ഓസ്ട്രിയ ഒരു ബഹുവംശീയ രാഷ്ട്രമായിരുന്നു. കുറഞ്ഞത് ആ സമയത്തെങ്കിലും അത്തരമൊരു സംസ്ഥാനത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ ഈ വസ്തുതയുടെ പ്രാധാന്യം ജർമ്മൻ സാമ്രാജ്യത്തിലെ പൗരന്മാർക്ക് മനസ്സിലായില്ല. ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തിൽ വിജയിച്ച സൈന്യത്തിന്റെ മഹത്തായ വിജയത്തിനു ശേഷം സാമ്രാജ്യത്തിലെ ജർമ്മൻകാർ അതിർത്തികൾക്ക് പുറത്തുള്ള ജർമ്മനികളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെട്ടു. കാരണം അവർക്ക് മറ്റ് ജർമ്മനികളെ യഥാർത്ഥത്തിൽ വിലമതിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. 52 ദശലക്ഷം നിവാസികളുള്ള ഒരു സംസ്ഥാനത്തിന് ഓസ്ട്രിയയിലെ ജർമ്മൻകാർക്ക് ഒരു ഉയർന്ന വംശീയ വിഭാഗത്തിൽ പെട്ടവരല്ലെങ്കിൽ അവർക്ക് സ്വഭാവം നൽകാൻ കഴിയില്ലെന്നും ഓസ്ട്രിയയെ ഒരു ജർമ്മൻ രാഷ്ട്രമായി കണക്കാക്കുക എന്ന ആശയം ജർമ്മനിയിൽ തന്നെ ഉത്ഭവിച്ചുവെന്നും സാമ്രാജ്യത്തിലെ ജർമ്മൻകാർ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് പൂർണ്ണമായും തെറ്റാണെങ്കിലും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരു തെറ്റായിരുന്നു അത്. എന്നിരുന്നാലും ഓസ്റ്റ്മാർക്കിലെ 10 ദശലക്ഷം ജർമ്മനികളുടെ സ്വഭാവത്തിന് ഇത് ശ്രദ്ധേയമായ ഒരു സാക്ഷ്യമാണ്. കുറിപ്പ് 3. ജർമ്മൻ ഭാഷയും ജർമ്മൻ സ്കൂളുകളും ജർമ്മൻ സ്വഭാവവും സംരക്ഷിക്കാൻ കിഴക്കൻ ജർമ്മനികൾ ദിവസേന നടത്തേണ്ടി വന്ന കൈപ്പേറിയ പോരാട്ടത്തെക്കുറിച്ച് റീച്ചിലെ വളരെ കുറച്ച് ജർമ്മൻകാർക്ക് മാത്രമേ അറിയൂ. ഇന്ന് ഒരു ദാരുണമായ അന്ത്യം നമ്മുടെ ദശലക്ഷക്കണക്കിന് ബന്ധുക്കളെ റീച്ചിൽ നിന്ന് വേർപെടുത്തി. വിദേശികളുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ നിർബന്ധിതരാക്കി. അവർ വളരെയധികം കൊതിച്ച പങ്കിട്ട മാതൃരാജ്യത്തെക്കുറിച്ച് അവർ സ്വപ്നം കാണുന്നു. കൂടാതെ അവരുടെ മാതൃഭാഷ ഉപയോഗിക്കാനുള്ള പവിത്രമായ അവകാശമെങ്കിലും സംരക്ഷിക്കാൻ പോരാടുന്നു. ജർമ്മൻ ജനതയിലെ ഏറ്റവും വലിയ വിഭാഗം ഇപ്പോൾ അവരുടെ വംശീയ പൈതൃകത്തിനായി പോരാടുന്നതിന്റെ അർത്ഥമെന്താണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആത്യന്തികമായി പഴയ ഉപവാസം വളർത്തിയെടുക്കുകയും സ്വന്തം വിഭവങ്ങളിൽ പൂർണ്ണമായും ആശ്രയിക്കുകയും ചെയ്തവർ നൂറ്റാണ്ടുകളായി കിഴക്ക് നിന്ന് റീച്ചിനെ സംരക്ഷിക്കുന്നതിനും പിന്നീട് ഗറില്ല യുദ്ധത്തിലൂടെ ജർമ്മൻ സംസാരിക്കുന്ന അതിർത്തികൾ ദൃഢമായി നിലനിർത്തുന്നതിനും ജർമ്മൻ ആത്മാവിന്റെ മഹത്വം ഉപയോഗിച്ചു. എന്നാൽ ജർമ്മൻ റീച്ച് സ്വന്തം രക്തത്തിലും വിയർപ്പിലും ഉള്ളതിനേക്കാൾ കോളനിവൽക്കരണത്തിൽ കൂടുതൽ താൽപ്പര്യം കാണിച്ച ഒരു സമയത്ത് മുൻ ഓസ്ട്രിയയിലെ എല്ലാത്തരം സംഘർഷങ്ങളിലും എല്ലായ്പ്പോഴും എന്ന പോലെ എല്ലായിടത്തും ഭാഷാ പോരാട്ടം ഇതിന് സമാനമായിരുന്നു. പോരാളികൾ, വേലി കെട്ടുന്നവർ, രാജ്യദ്രോഹികൾ എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. സ്കൂളുകളിൽ ഈ അന്വേഷണം ഇതിനകം തന്നെ ആരംഭിച്ചിരുന്നു. ശ്രദ്ധേയമായി, സ്കൂളിന് ചുറ്റും ഭാഷാ പോരാട്ടം ഏറ്റവും തീവ്രമായി നടന്നു. കാരണം അത് വിത്തുകൾ മുളക്കുകയും അടുത്ത തലമുറയുടെ വിദ്യാഭ്യാസത്തിനായി വെള്ളം വിതക്കുകയും ചെയ്യുന്ന നഷ്ടിയായിരുന്നു. ഈ യുദ്ധത്തിന്റെ തന്ത്രപരമായ ലക്ഷ്യം കുട്ടിയെ കീഴടക്കുക എന്നതായിരുന്നു. ആദ്യ ആഹ്വാനം കുട്ടിക്ക് നൽകി. ജർമ്മൻ കുട്ടി, നീ ജർമ്മൻകാരനാണെന്ന് മറക്കരുത്. കൊച്ചു പെൺകുട്ടി, ഒരു ദിവസം നിന്റെ അമ്മ ജർമ്മൻകാരിയാകുമെന്ന് ഓർമ്മിക്കുക. കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അല്പമെങ്കിലും അറിയുന്ന ഏതൊരാൾക്കും യുവാക്കൾ എപ്പോഴും അത്തരം ആഹ്വാനങ്ങൾക്ക് ചെവികൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകും. പലപ്പോഴും യുവാക്കൾ സ്വന്തം രീതിയിലും സ്വന്തം ആയുധങ്ങളുമായാണ് പോരാടിയത്. ജർമ്മൻ ഇതര ഗാനങ്ങൾ ആൽപ്പിക്കാൻ അവർ വിസമ്മതിച്ചു. ജർമ്മൻ വിശ്വാസത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ കൂടുതൽ ശ്രമങ്ങൾ നടക്കുന്തോറും അവർ അവരുടെ ജർമ്മൻ വീരന്മാരെ കൂടുതൽ പ്രശംസിച്ചു. മുതിർന്നവരുടെ യുദ്ധ ഫണ്ടുകൾക്കായി പണം ലാഭിക്കാൻ അവർ ഭക്ഷണം വാങ്ങുന്ന തിരക്കിലായിരുന്നു. ജർമ്മൻകാരല്ലാത്ത അധ്യാപകരുടെ പ്രസ്താവനകളുടെ അർത്ഥം അവർ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും അവയെ ഒറ്റക്കെട്ടായി എതിർക്കുകയും ചെയ്തു. സ്വന്തം ബന്ധുക്കളുടെ വിലക്കപ്പെട്ട ചിഹ്നങ്ങൾ അവർ ധരിച്ചിരുന്നു. ശിക്ഷിക്കപ്പെടുമ്പോഴോ ശാരീരികമായി ശിക്ഷിക്കപ്പെടുമ്പോഴോ അവർ സന്തോഷിച്ചു.
മുതിർന്നവർക്ക് പഠിക്കാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ ഒരു ചെറിയ പതിപ്പിനെ അവർ പ്രതിനിധീകരിച്ചു. ചിന്താശേഷിയുള്ളവർ. അങ്ങനെ താരതമ്യേന ചെറുപ്പത്തിൽ തന്നെ പഴയ ഓസ്ട്രിയയിലെ ദേശീയവാദികൾക്കിടയിലെ പോരാട്ടങ്ങളിൽ ഞാൻ പങ്കെടുത്തു. സൗത്ത് മാർച്ച് ജർമ്മൻ ലീഗിന്റെയും സ്കൂൾ ലീഗിന്റെയും മീറ്റിംഗുകളിൽ ഞങ്ങളുടെ വിശ്വസ്തത പ്രകടിപ്പിക്കാൻ ഞങ്ങൾ കോൺഫ്ലവർ നീലയും കറുപ്പും ചുവപ്പും സ്വർണവും ധരിച്ചിരുന്നു. നരകം എന്ന് ഞങ്ങൾ പരസ്പരം അഭിവാദ്യം ചെയ്തു. മുന്നറിയിപ്പുകളും പിഴകളും ഉണ്ടായിരുന്നിട്ടും ഓസ്ട്രിയൻ ദേശീയഗാനത്തിന് പകരം ഞങ്ങൾ ഡച്ച് ലാൻഡ് ഉബർ അല്ലെസ് എന്ന സ്വന്തം ഗാനം ആലപിച്ചു. ദേശീയ രാഷ്ട്രങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പൗരന്മാർക്ക് ഭാഷയ്ക്കപ്പുറം അവരുടെ ദേശീയതയെക്കുറിച്ച് കാര്യമായ ധാരണയില്ലാത്ത ഒരു സമയത്ത് യുവാക്കൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകിയത് ഇങ്ങനെയായിരുന്നു. തീർച്ചയായും ഞാൻ കപടവിശ്വാസികളിൽ ഒരാളായിരുന്നില്ല. ഒരു കാലത്തിനുള്ളിൽ ഞാൻ ഒരു തീവ്ര ജർമ്മൻ ദേശീയവാദി ആയി മാറി. ഇന്നത്തെ ആ പദവുമായി ബന്ധപ്പെട്ട പക്ഷപാതപരമായ അർത്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥമുള്ള ഒരു പദം. വളരെ നേരത്തെ തന്നെ ഒരു ദേശീയവാദ പ്രത്യയശാസ്ത്രത്തിലാണ് ഞാൻ വളർന്നത്. 15 വയസ്സായപ്പോഴേക്കും പാരമ്പര്യമായി ലഭിച്ച ദേശസ്നേഹവും പൊതുജനാഭിപ്രായത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയിരുന്നു. പൊതുജനാഭിപ്രായത്തിലേക്ക് ഞാൻ വ്യക്തമായി ചാഞ്ഞു. രാജവാഴ്ചയ്ക്ക് കീഴിലുള്ള ആഭ്യന്തര സാഹചര്യം അന്വേഷിക്കാൻ ഒരിക്കലും മെനക്കെട്ടിട്ടില്ലാത്ത ഹാബ്സ്ബർഗുകൾക്ക് ഈ ആഗ്രഹം പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാകില്ല. ചരിത്ര ക്ലാസുകളിൽ, പ്രത്യേകിച്ച് ഓസ്ട്രിയൻ ചരിത്രം വളരെ അപൂർവമായി മാത്രമേ പഠിപ്പിക്കപ്പെട്ടിരുന്നുള്ളൂ. അതിനാൽ ഓസ്ട്രിയൻ സ്കൂളുകളിൽ സാർവത്രിക ചരിത്രം മാത്രമേ പഠിപ്പിച്ചിരുന്നുള്ളൂ. ഈ സംസ്ഥാനത്തിന്റെ ഭാവി ജർമ്മനിയുടെ മൊത്തത്തിലുള്ള നിലനിൽപ്പും വികാസവുമായി അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ചരിത്രത്തെ ജർമ്മൻ, ഓസ്ട്രിയൻ ചരിത്രമായി വിഭജിക്കുന്നത് പ്രായോഗികമായി ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. വാസ്തവത്തിൽ ജർമ്മൻ ചരിത്രത്തിന്റെ ഈ വിഭജനം ആരംഭിച്ചത് ജർമ്മൻ ജനത 2 സംസ്ഥാനങ്ങളായി പിളർന്നപ്പോഴാണ്. വിയന്നയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന മുൻ സാമ്രാജ്യത്വ പരമാധികാരത്തിന്റെ പ്രതീകം കുറിപ്പ് 4 നിലനിൽക്കുന്ന ഐക്യത്തിന്റെ ദൃശ്യമായ ഉറപ്പായിട്ടല്ല, മറിച്ച് ഒരു മാന്ത്രിക സ്മാരകമായി വർത്തിക്കുന്നു. 1918 ഹാബ്സ്ബർഗ് സംസ്ഥാനം തകർന്നപ്പോൾ ഓസ്ട്രിയൻ ജർമ്മനി സ്വാഭാവികമായും അവരുടെ ജർമ്മൻ മാതൃരാജ്യവുമായി ഐക്യം തേടി. തങ്ങളുടെ പൂർവികരുടെ മറക്കാനാവാത്ത മാതൃരാജ്യത്തേക്ക് മടങ്ങാനുള്ള മുഴുവൻ ജനങ്ങളുടെയും ഹൃദയങ്ങളിലെ ഏകകണ്ഠമായ ആഗ്രഹത്തിന്റെ ശബ്ദമായിരുന്നു ഇത്. എന്നാൽ ഈ പൊതുവായ ആഗ്രഹത്തെ ഓസ്ട്രിയൻ ജർമ്മൻകാർക്ക് ലഭിച്ച ചരിത്ര വിദ്യാഭ്യാസം കൊണ്ട് മാത്രം വിശദീകരിക്കാൻ കഴിയില്ല. അതിനുള്ളിൽ ഒരിക്കലും വറ്റാത്ത ഒരു ഉറവിടമുണ്ട്, പ്രത്യേകിച്ച് ശ്രദ്ധ വ്യതിചലനത്തിന്റെയും മറവിയുടെയും സമയങ്ങളിൽ. അതിന്റെ ശാന്തമായ ശബ്ദം നമ്മെ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുകയും വർത്തമാനകാലത്തിന്റെ ക്ഷേമത്തിനപ്പുറം ഒരു പുതിയ ഭാവിയിലേക്ക് നോക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സെക്കൻഡറി സ്കൂളുകൾ എന്ന് വിളിക്കപ്പെടുന്നവയിലെ പൊതു ചരിത്ര വിദ്യാഭ്യാസം തൃപ്തികരമല്ല. ചരിത്ര വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശ്യനിർദ്ദിഷ്ട തീയതികളും വസ്തുതകളും മനപാഠമാക്കുകയല്ലെന്നും യുദ്ധങ്ങളുടെ കൃത്യമായ തീയതികളോ മാർഷലുകളുടെയും മറ്റുള്ളവരുടെയും ജന്മദിനങ്ങളോ അറിയുന്നതിൽ വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമില്ലെന്നും രാജാവിന്റെ നെറ്റിയിൽ അവരുടെ പിതാവിന്റെ കിരീടം എപ്പോൾ വച്ചുവെന്ന് അറിയുന്നതിൽ അവർക്ക് താൽപ്പര്യമില്ലെന്നും, അല്ലെങ്കിൽ കുറഞ്ഞത് താൽപ്പര്യമില്ലെന്നും ചില അധ്യാപകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയങ്ങൾ തീർച്ചയായും പ്രധാനമായി കണക്കാക്കുന്നില്ല. ചരിത്ര സംഭവങ്ങളായി നാം കാണുന്ന ഫലങ്ങൾക്ക് ഉത്തരവാദികളായ ശക്തികളുടെ കണ്ടെത്തലും പര്യവേക്ഷണവുമാണ് ചരിത്ര പഠനം. വായനയുടെയും പഠനത്തിന്റെയും കലയിൽ പ്രധാനപ്പെട്ടവ ഓർമ്മിക്കുന്നതും അപ്രധാനമായവ മറക്കുന്നതും ഉൾപ്പെടുന്നു. അധ്യാപനത്തിലും പരീക്ഷകളിലും ഈ സമീപനം എങ്ങനെ പ്രയോഗിക്കണമെന്ന് മനസ്സിലാക്കിയ ഒരു ചരിത്ര പ്രൊഫസറുടെ ഉൾക്കാഴ്ചയാണ് എന്റെ മുഴുവൻ ഭാവിയും രൂപപ്പെടുത്തിയത്. ലിൻസിലുള്ള റിയൽ സ്കൂളിലെ സെക്കൻഡറി സ്കൂൾ ഡോക്ടർ ലിയോപോൾഡ് ബോഷ് ആയിരുന്നു ഈ അധ്യാപകൻ. ഒരു ചരിത്ര അധ്യാപകന് ആവശ്യമായ ഗുണങ്ങളുടെ കാര്യത്തിൽ മുകളിൽ പറഞ്ഞ അർത്ഥത്തിൽ അദ്ദേഹം ഒരു മികച്ച വ്യക്തിയായിരുന്നു. ഉറച്ച സ്വഭാവവും എന്നാൽ ദയയുള്ള ഹൃദയവുമുള്ള ഒരു വൃദ്ധനായ അദ്ദേഹം വളരെ ആകർഷകമായ ഒരു പ്രഭാഷകനായിരുന്നു. തന്റെ ആവേശത്താൽ നമ്മെ എങ്ങനെ പ്രചോദിപ്പിക്കണമെന്ന് അറിയാമായിരുന്നു. ഇന്നും ചരിത്രത്തിന്റെ ആവേശകരമായ പുനരാഖ്യാനം നമ്മെ വർത്തമാനകാലത്തെ പൂർണ്ണമായും മറക്കുകയും മാന്ത്രികമായി കാലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുകയും ചെയ്ത ആ ബഹുമാന്യനായ മനുഷ്യനെ ഞാൻ ഓർക്കാതിരിക്കാൻ കഴിയില്ല. മരിച്ചുപോയ ഒരു ഭൂതകാലത്തിന്റെ ചരിത്രസ്മരണയെ ജീവിക്കുന്ന യാഥാർത്ഥ്യമാക്കി മാറ്റി. സഹസ്രാബ്ദങ്ങളുടെ മൂടൽമഞ്ഞിലൂടെ അദ്ദേഹം കടന്നുപോയി. ഞങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോൾ ഞങ്ങൾ ആവേശഭരിതരായിരുന്നു, ചിലപ്പോൾ കണ്ണുനീർ പോലും പൊഴിച്ചു. നിലവിലെ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് ഈ പ്രൊഫസർ ഭൂതകാലത്തെ വിശദീകരിക്കുക മാത്രമല്ല, ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തിനായി എങ്ങനെ പാഠങ്ങൾ ഉൾക്കൊള്ളാമെന്ന് അറിയുകയും ചെയ്തു. അത് കൂടുതൽ തൃപ്തികരമാണ്. അക്കാലത്ത് നമ്മെ അലട്ടിയിരുന്ന എല്ലാ ദൈനംദിന പ്രശ്നങ്ങളും അദ്ദേഹം മനസ്സിലാക്കി. നമ്മുടെ ദേശീയ വികാരങ്ങളെ വിദ്യാഭ്യാസത്തിനുള്ള ഒരു മാർഗമായി അദ്ദേഹം ഉപയോഗിച്ചു.
കാരണം അദ്ദേഹം പലപ്പോഴും നമ്മുടെ ദേശീയ ബഹുമാനത്തെ ആകർഷിക്കുന്നു. ഈ രീതിയിൽ അദ്ദേഹം ക്രമം നിലനിർത്തുകയും മറ്റേതൊരു രീതിയേക്കാളും എളുപ്പത്തിൽ ഞങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. എനിക്ക് അത്തരമൊരു പ്രൊഫസർ ഉണ്ടായിരുന്നതിനാൽ ചരിത്രം എന്റെ പ്രിയപ്പെട്ട വിഷയമായി. തീർച്ചയായും എന്റെ പ്രൊഫസറുടെ ബോധപൂർവമായ അംഗീകാരമില്ലാതെ ഞാൻ ഇതിനകം ഒരു യുവ വിമതനായി മാറിയിരുന്നു. എന്നാൽ ജർമ്മൻ രാജ്യത്തിന്റെ വിധിയിൽ ഇത്രയും വിനാശകരമായ സ്വാധീനം ചെലുത്തിയ ഭരണാധികാരികളുടെ ശത്രുവായി മാറാതെ അത്തരമൊരു അധ്യാപകന്റെ കീഴിൽ ആർക്കാണ് ജർമ്മൻ ചരിത്രം പഠിക്കാൻ കഴിയുക? എല്ലാത്തിനുമുപരി ഹബ്സ്ബർഗുകളുടെ വിശ്വസ്ത പൗരനാകാൻ ഒരാൾക്ക് എങ്ങനെ കഴിയും? അവരുടെ ഭൂതകാലവും വർത്തമാനകാല പെരുമാറ്റവും നിസ്സാരമായ വ്യക്തിഗത നേട്ടത്തിനായി ജർമ്മൻ ജനതയുടെ താൽപ്പര്യങ്ങളെ ഒറ്റിക്കൊടുക്കാൻ അവർ എപ്പോഴും തയ്യാറായിരുന്നുവെന്ന് തെളിയിക്കുന്നു. ഹബ്സ്ബർഗുകൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടില്ലെന്നും ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയില്ലെന്നും നമ്മൾ യുവാക്കൾ മനസ്സിലാക്കുന്നില്ലേ? ഹബ്സ്ബർഗ് രാജവംശത്തിന്റെ പാതയെക്കുറിച്ച് ചരിത്രം നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ ദൈനംദിന അനുഭവം സ്ഥിരീകരിക്കുന്നു. വിദേശ രാഷ്ട്രങ്ങളുടെ വിഷം വടക്കും തെക്കും ഉള്ള നമ്മുടെ ജനങ്ങളുടെ ശരീരങ്ങളെ വിഴുന്ന ക്രമേണ ഒരു ജർമ്മൻ ഇതര നഗരമായി മാറി. സാധ്യമായ എല്ലാ സാഹചര്യങ്ങളിലും രാജകീയ ഭവനം ചെക്ക് ജനക്കൊപ്പം നിന്നു. വാസ്തവത്തിൽ ശാശ്വത നീതിയുടെ കൈയും പ്രതികാരദാഹിയായ ദൈവത്തിന്റെ അജയമായ കൈയുമാണ് ഓസ്ട്രിയൻ ജർമ്മനിയുടെ ഏറ്റവും മാരകമായ ശത്രുവായ ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിനെ സ്വന്തം വെടിയുണ്ട കൊണ്ട് നശിപ്പിച്ചത്. ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രേരകനായിരുന്നു അദ്ദേഹം. ഓസ്ട്രിയയെ ഒരു സ്ലാവിക് രാഷ്ട്രമാക്കി മാറ്റാൻ മുകളിൽ നിന്ന് താഴേക്ക് വരെ പ്രവർത്തിച്ചു. ജർമ്മൻ ജനതയുടെ ചുമലിലെ ഭാരം വളരെ വലുതായിരുന്നു. അവരുടെ സമ്പത്തിന്റെയും രക്തത്തിന്റെയും ത്യാഗം വളരെ വലുതായിരുന്നു. എന്നാൽ അന്തരല്ലാത്ത ആർക്കും ഇതെല്ലാം വെറുതെയാണെന്ന് മനസ്സിലാകുമായിരുന്നു. ജർമ്മനിയുമായുള്ള സഖ്യത്തിലൂടെ ഈ മുഴുവൻ വ്യവസ്ഥയും ധാർമ്മികമായി സുരക്ഷിതമാക്കപ്പെട്ടുവെന്ന തോന്നൽ നമ്മെ വളരെയധികം ബാധിച്ചു. പഴയ ഓസ്ട്രിയൻ രാജവാഴ്ചയ്ക്കുള്ളിൽ ജർമ്മൻ പതുക്കെ ശിഥിലമാകുന്നത് ഒരു പരിധിവരെ ജർമ്മനി അംഗീകരിച്ചതായി തോന്നി. ഓസ്ട്രിയ ഇപ്പോഴും ഒരു ജർമ്മൻ രാഷ്ട്രമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഹാബ്സ്ബർഗ് നാട്യങ്ങൾ സാമ്രാജ്യത്തോടുള്ള വെറുപ്പ് വർദ്ധിപ്പിക്കുകയും കലാപത്തിന്റെയും അവജ്ഞയുടെയും വികാരങ്ങൾ ഉണർത്തുകയും ചെയ്തു. എന്നാൽ ജർമ്മൻ സാമ്രാജ്യത്തിനുള്ളിൽ അക്കാലത്തെ ഭരണാധികാരികൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ജീർണതയുടെ അടയാളങ്ങൾക്കിടയിൽ പുതിയ ശക്തിയുടെ അടയാളങ്ങൾ തങ്ങൾ തിരിച്ചറിയുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ ഒരു മൃതദേഹത്തിനരികിൽ അന്ധമായി നിന്നു. യുവ ജർമ്മൻ സാമ്രാജ്യവും വഞ്ചനാപരമായ ഓസ്ട്രിയൻ ഭരണകൂടവും തമ്മിലുള്ള ഈ നിർഭാഗ്യകരമായ സഖ്യത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെയും അതിന്റെ ആത്യന്തിക തകർച്ചയുടെയും വിത്തുകൾ വിതയ്ക്കപ്പെട്ടു. ഈ പുസ്തകത്തിന്റെ തുടർന്നുള്ള പേജുകളിൽ ഞാൻ ഈ പ്രശ്നത്തിലേക്ക് ആഴ്ന്നിറങ്ങും. ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ചില നിഗമനങ്ങളിൽ എത്തി. കാലക്രമേണ ഈ നിഗമനങ്ങളിൽ എനിക്ക് കൂടുതൽ ബോധ്യമായി. അതായത് ഓസ്ട്രിയൻ സാമ്രാജ്യത്തിന്റെ ഉന്മൂലനം ജർമ്മനിയുടെ സംരക്ഷണത്തിന് ഒരു മുൻവ്യവസ്ഥയായിരുന്നു. ദേശീയ വികാരം ഒരു തരത്തിലും രാജവംശ ദേശസ്നേഹവുമായി പൊരുത്തപ്പെടുന്നില്ലായിരുന്നു. എല്ലാറ്റിനുമുപരി ഹാബ്സ്ബർഗ് രാജവംശം ജർമ്മൻ രാഷ്ട്രത്തിന് ദൗർഭാഗ്യം വരുത്താൻ വിധിക്കപ്പെട്ടിരുന്നു. ഈ ബോധ്യത്തിന്റെ യുക്തൈസഹമായ അനന്തരഫലമായി ജർമ്മൻ ഓസ്ട്രിയൻ രാജവംശത്തോട് എനിക്ക് ആഴമായ സ്നേഹവും ഓസ്ട്രിയൻ ഭരണകൂടത്തോടുള്ള അഗാധമായ വെറുപ്പും വളർന്നു. സ്കൂളിൽ ചരിത്രം പഠിച്ചുകൊണ്ട് ഞാൻ വികസിപ്പിച്ചെടുത്ത ചരിത്ര ചിന്ത എന്നെ ഒരിക്കലും വിട്ടുപോയില്ല. സമകാലിക ചരിത്ര സംഭവങ്ങളെ, അതായത് രാഷ്ട്രീയത്തെ, മനസ്സിലാക്കുന്നതിനുള്ള നിരന്തരം അക്ഷയമായ ഒരു ഉറവിടമായി ലോക ചരിത്രം മാറി. അതിനാൽ ഞാൻ രാഷ്ട്രീയം പഠിച്ചില്ല, പക്ഷേ അത് എന്നെ പഠിപ്പിക്കാൻ അനുവദിച്ചില്ല. രാഷ്ട്രീയത്തിൽ പക്വതയില്ലാത്ത വിപ്ലവകാരിയായ ഞാൻ കലയിൽ പക്വതയില്ലാത്ത വിപ്ലവകാരിയായിരുന്നില്ല. ആ സമയത്ത് അപ്പർ ഓസ്ട്രിയൻ തലസ്ഥാനത്ത് താരതമ്യേന നല്ല ഒരു നാടകം അവതരിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു. മിക്കവാറും എല്ലാം അവിടെ വായിച്ചിരുന്നു. 12ാം വയസ്സിൽ ഞാൻ വില്യം ടെല്ലിനെ കണ്ടു. അതായിരുന്നു എന്റെ ആദ്യത്തെ നാടകാനുഭവം. ഏതാനും മാസങ്ങൾക്കുശേഷം എന്റെ ആദ്യത്തെ ഓപ്പറ ലോഹെൻഗ്രിൻ കണ്ടു. ഞാൻ ഉടനടി ആകർഷിക്കപ്പെട്ടു. ബെയ്റൂട്ടിൽ നിന്നുള്ള മാസ്റ്ററോടുള്ള എന്റെ യുവത്വ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഓപ്പറകൾ എന്നെ വീണ്ടും വീണ്ടും ആകർഷിച്ചു. ഇന്ന് ഒരു ചെറിയ പ്രവിശ്യ പട്ടണത്തിലെ ഈ ലളിതമായ നിർമ്മാണങ്ങൾ എനിക്ക് വഴിയൊരുക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ മഹത്തായ കൃതികളെ വിലമതിക്കാൻ എന്നെ സഹായിച്ചതിൽ ഞാൻ വളരെ ഭാഗ്യവതിയായി കരുതുന്നു. എന്നിരുന്നാലും ഇതെല്ലാം എന്റെ അച്ഛൻ തിരഞ്ഞെടുത്ത തൊഴിലിനോടുള്ള എന്റെ ആഴമായ വെറുപ്പിന് ആക്കം കൂട്ടി. യുവത്വത്തിന്റെ ക്ഷീണത്തിന്റെ പരുക്കൻ വശങ്ങളാൽ ഈ വെറുപ്പ് കൂടുതൽ ആഴത്തിലായി. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു സിവിൽ സർവീസ് എന്ന നിലയിൽ ഞാൻ ഒരിക്കലും സന്തുഷ്ടനാകില്ലെന്ന് എനിക്ക് ക്രമേണ ബോധ്യമായി. സെക്കൻഡറി സ്കൂൾ എന്റെ ചിത്രരചനാ കഴിവ് തിരിച്ചറിഞ്ഞ് അംഗീകരിച്ചതിനുശേഷം എന്റെ സ്വന്തം ഇച്ഛാശക്തി ശക്തമായി. ആരോപണങ്ങൾക്കും ഭീഷണികൾക്കും ഇനി അത് മാറ്റാൻ കഴിയില്ല. എനിക്ക് ഒരു ചിത്രകാരനാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ ഒരു സിവിൽ സർവീസാകാൻ നിർബന്ധിക്കാൻ കഴിയില്ല. എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ ഒരേയൊരു പ്രത്യേകത, ഞാൻ വളരുന്തോറും വാസ്തുവിദ്യയിലുള്ള എന്റെ താൽപ്പര്യം വളർന്നു എന്നതാണ്.
എന്റെ ചിത്രരചനാ കഴിവിന്റെ സ്വാഭാവിക വളർച്ചയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കിയത്. എന്റെ കലാപരമായ താൽപ്പര്യങ്ങൾ വികസിച്ചതിൽ രഹസ്യമായി സന്തോഷിച്ചു. ഒരു ദിവസം കാര്യങ്ങൾ വ്യത്യസ്തമായി മാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ കരിയർ സംബന്ധിച്ച ചോദ്യം ഞാൻ വിചാരിച്ചതിലും നേരത്തെ തീരുമാനിച്ചു. എനിക്ക് 13 വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛൻ പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോയി. അദ്ദേഹം ഇപ്പോഴും ആരോഗ്യവാനായിരുന്നെങ്കിലും ഒരു പക്ഷാഘാതം അദ്ദേഹത്തിന്റെ ജീവൻ വേദനയില്ലാതെ എടുത്തുകളഞ്ഞു, ഞങ്ങളെയെല്ലാം ആഴത്തിലുള്ള ദുഃഖത്തിലേക്ക് തള്ളിവിട്ടു. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ മകനെ സഹായിക്കുകയും വരാനിരിക്കുന്ന ദുഷ്കരമായ പരീക്ഷണങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ ഈ ആഗ്രഹങ്ങളെല്ലാം അദ്ദേഹത്തിന് വെറുതെയായി. എന്നിരുന്നാലും അറിയാതെ ഞങ്ങൾ രണ്ടുപേരും സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരു ഭാവിക്ക് അവൾ അടിത്തറയിടുകയായിരുന്നു. തുടക്കത്തിൽ ഒന്നും മാറിയതായി തോന്നിയില്ല. ഞാൻ സിവിൽ സർവീസിൽ ചേരണമെന്ന് ആഗ്രഹിച്ച എന്റെ അച്ഛന്റെ ആഗ്രഹങ്ങൾക്കനുസൃതമായി എന്റെ വിദ്യാഭ്യാസം തുടരേണ്ടത് തന്റെ കടമയാണെന്ന് എന്റെ അമ്മ കരുതി. എന്തുവില കൊടുത്തും ഒരു സിവിൽ സർവീസാകാൻ ഞാൻ കൂടുതൽ ദൃഢനിശ്ചയം ചെയ്തു. സെക്കൻഡറി സ്കൂൾ പാഠ്യപദ്ധതിയിലും അധ്യാപന രീതികളിലും എനിക്ക് അഗാധമായ നിസ്സംഗത ഉണ്ടായിരുന്നു. അവ എന്റെ ആദർശങ്ങളിൽ നിന്ന് വളരെ അകലെയായിരുന്നു. പെട്ടെന്നുള്ള ഒരു രോഗം എന്നെ സഹായിച്ചു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് എന്റെ വിധിമുദ്ര കുത്തി ദീർഘകാലമായി നിലനിന്നിരുന്ന ഒരു കുടുംബ വൈരാഗ്യം അവസാനിപ്പിച്ചു. എന്റെ ശ്വാസകോശത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഓഫീസ് ജോലി ഉൾപ്പെടുന്ന ഒരു ജോലിയിൽ നിന്ന് മാറരുതെന്ന് ഡോക്ടർമാർ അമ്മയോട് ശക്തമായി ഉപദേശിച്ചു. കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും സാധാരണ സ്കൂളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ വളരെക്കാലമായി രഹസ്യമായി ആഗ്രഹിച്ചതും പെട്ടെന്ന് യാഥാർത്ഥ്യമായി. എന്റെ അസുഖം കാരണം പതിവ് സ്കൂൾ പഠനം ഉപേക്ഷിച്ച് അക്കാദമിയിൽ പോകാൻ എന്നെ അനുവദിക്കാൻ അമ്മ സമ്മതിച്ചു.